ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്കിലെ ഒരാൾ. അങ്ങനെ ഞങ്ങൾ ഇന്നൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അലീസിയക്ക് ട്രിപ്പ് പോകാനുള്ള സാധനങ്ങൾ വാങ്ങി തീർന്നിട്ടില്ല, അപ്പോൾ അത് വാങ്ങിക്കണം, ഇനിയുണ്ട്. അങ്ങനെ അതുമനെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ അലീസിയനെയൊക്കെ കൊണ്ട് പോവുകയാണ്. അലീസിയ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ട്രിപ്പ് പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഭയങ്കര മടിയാണ് എവിടെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വരാനായിട്ട്. തണുപ്പായതുകൊണ്ടാട്ടോ കൂടുതലും. ഇന്നിപ്പോൾ തണുപ്പില്ല, ചൂടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, അധികം ഡ്രസ്സൊന്നും ഇടാതെ പോവാം. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട്, കുറച്ചല്ല കേട്ടോ, കുറേ ഡ്രസ്സുണ്ട്. ആദമോൻ്റെ ഡ്രസ്സാണ്. ഇതിപ്പോൾ എനിക്ക് കളയാനൊന്നും മനസ്സ് വരുന്നില്ല. ഞാൻ കുറേ ഡ്രസ്സ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. കുഞ്ഞുവാവിൻ്റെ പെട്ടെന്ന് ചെറുതായി പോവും. അപ്പോൾ പിന്നെ അവൻ വലുതാവുന്നത് കൊണ്ടാണ്. ഇപ്പോൾ 8 മന്ത്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഡൊണേഷൻ ബോക്സ് ഉണ്ടാവും, അപ്പോൾ അവിടെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷെ അവിടെ നോക്കിയപ്പോൾ ആ ബോക്സ് കണ്ടില്ല. ട്രെയിൻ വരാൻ സമയമായതുകൊണ്ട് എന്നെയും പിള്ളേരെ അവിടെ നിർത്തിയിട്ട് ലിബിൻ ചേട്ടൻ വേഗം കൊണ്ടുപോയി ബാക്കിൽ ഒരു ഡൊണേഷൻ ബാഗ് ഉണ്ട്, കുറച്ചങ്ങ് പോകണം. അപ്പോൾ അവിടെ ബോക്സിൽ കൊണ്ട് ഇടുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഷാഡോ സ്ട്രാസിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിൽ വന്ന് ഇറങ്ങി ഊബാനിൽ, പിന്നെ ഷാഡോ സ്ട്രാസിലോട്ട് എത്തിയിരിക്കുകയാണ്. ലിഫ്റ്റ് കയറി എത്തി. ഈ ഡൂഗ്ലാസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ ഞാൻ ഇടയ്ക്ക് കയറാറുണ്ട് കേട്ടോ. നല്ല റേറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി, അത്യാവശ്യമല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് അവിടെ ഉള്ളത്. മിക്കവാറും DME തന്നെയാണ് വാങ്ങിക്കാറ്. ഇവിടെ റോട്ടിലൂടെയും പോകും കേട്ടോ ഊബാൻ, അതാണ് പോകുന്നത്. ഇന്ന് ചൂടായതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് 18 ഡിഗ്രിയാണ്, അതുകൊണ്ട് എല്ലാവരും ഉണ്ട്. ഇന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. കുട്ടികളെയുമായിട്ടും അല്ലാതെയും കുറേ പേര് ഇവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി വേഗം ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ആദമോൻ കരച്ചിൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് എടുത്തു. കുട്ടികളുടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അലൂസിന് മഡ് ഷൂ വാങ്ങിക്കാനുണ്ടായിരുന്നു മെയിനായിട്ട്, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെയും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ആദമോന് ഞാൻ ഒരു ഡ്രസ്സും ഷൂവും എടുത്തു. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരെണ്ണം അങ്ങ് എടുത്തേക്കാമെന്ന്. എവിടെ പോയാലും ഞാൻ അലീസിയക്ക് വാങ്ങിക്കാൻ പോയാൽ ആദത്തിന് വാങ്ങിക്കാൻ പോയാൽ അലീസിയക്ക് കൊടുക്കും. അങ്ങനെയാണ് പരിപാടി, 2 പേർക്കും കൊടുക്കും. അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് വേഗം ബില്ലെല്ലാം പേ ചെയ്ത് ഇറങ്ങി. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രൈമാർക്കിലാണ് കയറിയത്, നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ കൊമള പറത്തി വിടുന്നുണ്ടായിരുന്നു, ബബിൾസ് പറത്തി വിടുന്നു.
അപ്പോൾ ഞങ്ങളത് പോയി കുറേ നേരം കണ്ടു നിന്നു. അലീസിയ നല്ല കളിയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടായിരുന്നു ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ പതപ്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നത് കാശിന് വേണ്ടിയാണ്. നമ്മളോട് കാശ് ചോദിക്കില്ല, പക്ഷെ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് ഇടാം, അല്ലാത്തവർക്കും കളിക്കാം, നിർബന്ധമില്ല. ഞങ്ങളപ്പോൾ കാശ് ഇട്ടായിരുന്നു കേട്ടോ. പാവം ഇത്രയും കഷ്ടപ്പെട്ട് പിള്ളേരെയൊക്കെ എൻജോയ് ചെയ്യിപ്പിക്കുന്നതല്ലേ, അപ്പോൾ നമ്മളതൊക്കെ കാണണമല്ലോ. അങ്ങനെ ഞങ്ങളിട്ടു. പിന്നെ അത് കഴിഞ്ഞ് അലീസിയക്ക് ഇതേ മേളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും മേളിൽ എന്നെ കയറ്റുക. അപ്പോൾ മമ്മിക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ മമ്മി കയറിക്കോന്ന് പറഞ്ഞ് എന്നെയും വലിച്ച് കയറ്റി. കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് ഞങ്ങൾ പിന്നെ ആ ഷാഡോ സ്ട്രാസിലോട്ട് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോമസും ബ്രൂസ്റ്റൊക്കെ കഴിക്കാമെന്ന്. ബ്രൂസ്റ്റ് എന്ന് പറഞ്ഞാൽ സോസേജ് ആട്ടോ. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദമോൻ നല്ല ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്ന, കരച്ചിലൊക്കെ മാറിയിട്ടുണ്ട്. റോട്ടിലും പിന്നെ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കണം. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ പാർട്ടിയും ഗെയിംസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജർമ്മൻകാർ മാത്രമല്ല, യൂറോപ്യൻ കൺട്രിയിലുള്ളവരും ഇവിടെ ജർമ്മനിയിൽ താമസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരും ഇതുപോലെയൊക്കെ തന്നെയാണ്. അവരുടെ കൾച്ചറും ഏകദേശം സെയിം തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ വെച്ച് നോക്കുമ്പോൾ ഇവർ ടോട്ടലി ഡിഫറെൻ്റാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവർ വെയിൽ വരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ഒന്നെങ്കിൽ ഇങ്ങനെ ബിയറൊക്കെ എല്ലാം കുടിച്ച് ഗെയിംസ് കളിച്ച് അവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. നല്ല എൻജോയ്മെൻ്റൊക്കെ ചെയ്ത് ഫാമിലി ആയിട്ടുള്ളവരും ഉണ്ട്. ഫാമിലി ആയിട്ടുള്ളവർ ഞാൻ കൂടുതൽ പാർക്കിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അതല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ചേച്ചി അവിടെ ഇങ്ങനെ വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് കാശ് ഇടുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി ചെയ്യാനും ഇങ്ങനെ റോട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കാശ് ചോദിക്കാനും ഇങ്ങനെ ചോദിക്കുമല്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവർക്കൊരു മടിയില്ല കേട്ടോ. നമുക്കൊരു മടിയായിരിക്കില്ല ഇങ്ങനെ റോട്ടിലൊക്കെ ഇരുന്ന് പാട്ട് പാടാനും വയലിൻ വായിക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെ കാശ് വാങ്ങിക്കാൻ അങ്ങനെ ഒരു മടി ഉണ്ടാവില്ലേ, ഇവർക്ക് അങ്ങനെ മടിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ ഇവരോട് ഭയങ്കര റെസ്പെക്റ്റാണ് കേട്ടോ. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല, അവർക്ക് ജോലി ഉണ്ടെങ്കിലും അവരിങ്ങനെയൊക്കെ സൈഡ് പരിപാടിയൊക്കെ ചെയ്യും. പിന്നെ അവിടെ നോക്കിയപ്പോൾ താറാവും പ്രാവൊക്കെ കണ്ടിട്ടോ. അപ്പോൾ ആദ്യമോനെ അത് കണ്ട് എൻജോയ് ചെയ്തിരിക്കുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ താറാവിനെ കാണുന്നത്. പ്രാവിനെ കാണാറുണ്ട്. ഞാൻ ജർമ്മനിയിൽ എത്തുന്നവരെ എൻ്റെ ധാരണ ജർമ്മനിയിൽ ഭിക്ഷക്കാരൊന്നും ഇല്ലെന്നായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് കുറേ ഭിക്ഷക്കാരെ കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ, ആരോ കളഞ്ഞ വേസ്റ്റ് എടുത്തിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ കഴിക്കുകയാണ്. അവിടെ കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ് ആരോ എടുത്തിട്ട്. എന്നിട്ട് അത് കുറച്ച് കഴിച്ച് അത് പ്രാവിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പുള്ളിക്കാരൻ അങ്ങ് നടന്നു പോവുക. ഭയങ്കര സങ്കടകരമായ ഒരു കാഴ്ചയാട്ടോ അത്. ഏതോ റെഫ്യൂജി ആണോ എന്താണോ നമുക്കറിയില്ല, ജോലി ഇല്ലാത്ത ആൾക്കാരായിരിക്കും. കുറേ പേര് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, റെഫ്യൂജീസ് ആയിട്ട് കയറി വരുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കാശിന് വേണ്ടി ഇപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള ആൾക്കാരെ കണ്ടില്ലേ. വയലിൻ വായിക്കുന്നു, ബബിൾസ് പറത്തി വിടുന്നൊരു ചേട്ടനെ കണ്ടു, പിന്നെ ഇതേ ഭിക്ഷാടനം ചെയ്യുന്നൊരു പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് വന്നൊക്കെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മിക്കപ്പോഴും കാണാറുണ്ട് ഞങ്ങൾ. പിന്നെ ഇതാണ് കേട്ടോ പ്രൈമാർക്ക്. ഇവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. ഡ്രസ്സെല്ലാം വാങ്ങി ഞങ്ങളങ്ങ് വീട്ടിലോട്ട് പോവാമെന്ന് വിചാരിച്ചു. ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ ബ്രൂസ്റ്റും ഇതൊക്കെയാണ് വാങ്ങിയത്, മയോണൈസും പോമസ് എന്നാണ് പറയുന്നത് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസിനെ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇനിയും ഉണ്ട്. അപ്പം ഞാൻ ഇത്രയും ഷോപ്പിംഗ് വീഡിയോ ഇത്രയും ഇടുന്നുള്ളൂ, ഇനി ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ.